ഹലോ ഹായ് ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ ഏതോ ഒരു അതെ, അല്ല, ഇത് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലത്തെ ചെടികളാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു. അതെ അതെ ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ തിരമാല എന്ന് പറയുന്ന ചാനലിലേക്ക് സ്വാഗതം. അടിപിടി കടിപിടി കടിപിടി അടിപിടി അടിമുടി എരിപൊരി അതിലൊരു ചിരി വഴി കളിയുടെ ചിരിയുടെ മൊഴിയുടെ കലവില വേണം. അപ്പോ ബുക്കോ, ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ടോപ്പിക് പിടിച്ചാലോ? അതെ. അപ്പൊ നമ്മളുടെ ഈ നിയമങ്ങളൊക്കെ വന്നിട്ട് അതൊക്കെ പാലിക്കുന്ന ആൾക്കാരൊക്കെ അവരെ പറ്റി പറഞ്ഞാലോ എന്ന്. നിങ്ങൾക്ക് അറിയോ, ബുക്കോയ്ക്ക് അറിയോ എവിടുന്നായി പോലീസ് പറഞ്ഞ കോൺസെപ്റ്റ് സ്റ്റാർട്ടായെന്ന്? പോലീസ് ലണ്ടൻ പോലീസ് കേട്ടിട്ടുണ്ട്, കൊറേ ലണ്ടൻ പോലീസാ കേട്ടേക്കുന്നത്. അപ്പോ ആക്ച്വലി പോലീസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പോലീസ് എന്നല്ല, ഈ ഒരു നിയമപാലകർ എന്ന് പറഞ്ഞ ഒരു സംഭവം 3000 BC മുതൽ തുടങ്ങിയതാണ്. ആ സമയത്ത് ഗാർഡ്സ് എന്നൊക്കെയായിരുന്നു അവരെ പറയുന്നത്. ബോഡി ഗാർഡ്സ് അല്ലെങ്കിൽ നമ്മളെ ഈ എന്താ പറയാ പാലസ് ഒക്കെ, അതായത് നമ്മളെ നോക്കി നടത്തുന്ന ആൾക്കാര്, അങ്ങനെയൊക്കെയായിരുന്നു പറയുന്നത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് 17ാമത്തെ നൂറ്റാണ്ടിലെത്തിയപ്പം അങ്ങ് പാരീസിലാണ് പോലീസ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ആയിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ അത് 18ാമത്തെ നൂറ്റാണ്ടില് ലണ്ടനില് റോബർട്ട് എന്ന് പറഞ്ഞ ഒരാൾ അത് അതൊരു എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ മോഡേൺ എറ ആയപ്പോഴത്തേന് ഇപ്പോഴത്തെ സൂപ്പർ പോലീസ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലോട്ട് വന്നു. അങ്ങനെയാണ് നമ്മളെ പോലീസിന്റെ ഒരു യാത്ര, അതായത് പോലീസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിന്റെ ഒരു യാത്ര പോകുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പറാണ്. കാരണം അവർക്ക് ഫുൾ പാന്റ് ഉണ്ട്, പിന്നെ തൊപ്പിയുണ്ട്. പണ്ടത്തെ പോലീസിന് നിക്കറാണ്, അത് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ പഴയ സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ നിക്കറൊക്കെ ഇട്ടുള്ള പോലീസ്. അതെ, നമ്മള് 19ാമത്തെ 18ാമത്തെ നൂറ്റാണ്ടിലൊക്കെ അങ്ങനെയായിരുന്നു നമ്മളുടെ ഇവിടെ. പക്ഷെ ഇപ്പോഴത്തെ പോലീസ് എന്ന് പറഞ്ഞത് അവരുടേതായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അവര് പുതിയ കാര്യങ്ങള് ജനങ്ങൾക്ക് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ എന്ത് ഹെൽപ്പിന് വേണ്ടി, അത് ജനമൈത്രി പോലീസാണ് ഇപ്പോഴത്തെ നമ്മുടെ കേരള പോലീസ്. അതെ അതെ. എസ്പെഷ്യലി നമ്മളെ ലേഡീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരു പുതിയ വീഡിയോ ഉണ്ടായിരുന്നു, ഈ രാത്രിയിലൊക്കെ പോകുന്ന പെൺപിള്ളേരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയും അവര് ഫോൺ ട്രാക്ക് ചെയ്യുന്ന രീതിയിലുള്ള പുതിയ സർവീസസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതെ, പിങ്ക് പോലീസും ഉണ്ട്. അപ്പം പോലീസ് എന്ന് പറയുന്ന ഒരു വാസ്റ്റ് തിങ് അല്ലേ. നമുക്ക് എവിടെ പോയാലും അവരോടൊരു ബഹുമാനം കാണും. അവര് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ കാണുമെന്ന് കാണും. ഇപ്പൊ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു പുതിയ മൂവി ഇല്ലേ, അതൊരു സൂപ്പർ മൂവിയാണ്. കണ്ടിട്ടില്ലാത്തവരത് കാണണം. കാരണം കണ്ടിട്ടില്ലാത്തവർ കാണും. ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലൊക്കെ അത് വന്നിട്ടുണ്ട്. അപ്പോ അത് നമുക്ക് കുറെ ഇൻസ്പിറേഷൻ തരുന്ന ഒരു മൂവിയാണ്. എങ്ങനെയാണ് പോലീസ് ആയിരിക്കേണ്ടത്, എങ്ങനെ ആകരുത് എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റില്. കാരണം ഈ വന്ന കാലത്ത് നമ്മളുടെ ഈ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൂടുതലും ഡ്രഗ് അഡിക്ട്സ് ഒക്കെ ആവുന്ന കുട്ടികളാണ് കൂടുതലും ഉള്ളത്. എന്തുകൊണ്ടാണ് അവർ അതിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ സീരിയസ്ലി നമുക്ക് ആർക്കും അറിയില്ല. അതിനെതിരെ നമുക്ക് പോരാടണം. അതെ. അപ്പൊ നമ്മളെല്ലാരും പോലീസിനെ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇൻഫോം ചെയ്യുക. നമ്മളുടെ സൊസൈറ്റിയിൽ നമ്മൾ തന്നെ നല്ലൊരു കാര്യം ചെയ്യാൻ നോക്കുക, അല്ലേ? അതെ, എല്ലാരും സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷൻ നല്ല രീതിയിൽ പോകത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാരും ഡ്രഗ് അഡിക്റ്റ്, അത് ഇത് കൊലപാതകം അങ്ങനെയുള്ള രീതിയിൽ പോകും. അതൊന്നും വേണ്ട. അതെ, പോരാടണം. അതിന് നമ്മൾ എപ്പോഴും ഞങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും അതെ, ഞങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും പോലീസിന്റെ കൂടെ ഉണ്ട്. ഇതായിരുന്നു ഞങ്ങളുടെ പോലീസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ പറ്റിയുള്ള ഒരു ഷോർട്ട് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.